ഹലോ എവരി വൺ, എല്ലാവർക്കും ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 1 ചാപ്റ്റർ 7 വർക്ക്സ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 1 ചാപ്റ്റർ 7 വർക്ക്സ് ആണ്. ടെക്സ്റ്റിൽ അത് പേജ് നമ്പർ 236 ഇതിൽ ആർട്ടിക്കിൾസ് 163 മുതൽ 198 വരെയുള്ള ആർട്ടിക്കിൾസാണുള്ളത്. എത്ര മുതൽ എത്ര വരെയുള്ള ആർട്ടിക്കിൾസാണ് ഈ ചാപ്റ്ററിൽ? 163 മുതൽ 198 വരെയുള്ള ആർട്ടിക്കിൾസാണ്. കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 1 ചാപ്റ്റർ 7 വർക്ക്സ് ആണ്. ഇതിൻ്റെ ഒരു ടേബിൾ ഓഫ് കണ്ടൻസ്, അതായത് ഈ ആർട്ടിക്കിളിൻ്റെ ഒരു ടേബിൾ ഓഫ് കണ്ടൻസ് നമ്മൾ മറ്റു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കമ്പൽസറി ആയിട്ട് കേട്ടിരിക്കണം. അതിനുശേഷം വേണം ഈ ക്ലാസ്സിലേക്ക് കടക്കാൻ. അതുപോലെ തന്നെ ഈ ക്ലാസ് കേൾക്കുന്നത് ടെക്സ്റ്റ് വെച്ചിട്ട് കേൾക്കുന്നതാണ് നല്ലത്. ടെക്സ്റ്റിൽ പേജ് നമ്പർ 236 കേട്ടോ. ടെക്സ്റ്റിൽ എത്രാമത്തെ പേജിലാണ്? 236. ടെക്സ്റ്റ് വെച്ച് ക്ലാസ് കേൾക്കണം. നമ്മൾ ടെക്സ്റ്റുമായിട്ട് ഫെമിലിയർ ആയിരിക്കണം. നമ്മൾ നോട്ട്സ് ഒന്നും വായിച്ച് ക്ലാസ് പഠിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നും ബൈഹാർട്ട് ആക്കേണ്ട ആവശ്യമില്ല. ഇത് കമ്പൾസറി ആയിട്ട് ടെക്സ്റ്റ് വെച്ചിട്ട് ഒറ്റ പ്രാവശ്യം കേട്ടാൽ മതിയാവും. അതുപോലെ തന്നെ സമയമുള്ളവർ, ഇത് ഇരുന്ന് കേൾക്കാൻ സമയമുള്ളവർ അങ്ങനെ കേൾക്കുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ബുക്കിനകത്തൊക്കെ എന്തെങ്കിലും പോയിൻറ്റ്സ് ഒക്കെ കുറിക്കണമെങ്കിൽ കുറിച്ചെടുക്കാം. അതിനുശേഷം പിന്നെ പ്രീവിയസ് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതിയാവും. ഇനി ക്ലാസ് ഇരുന്ന് കേൾക്കാൻ സമയമില്ലാത്തവർ തീർച്ചയായിട്ടും മറ്റു ജോലികളൊക്കെ എൻഗേജ്ഡ് ആയിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഓഡിയോ അല്ലെങ്കിൽ അങ്ങ് ഇട്ടേക്കുക, വെറുതെ കേൾക്കുക. നമ്മുടെ മൊബൈൽ ആപ്പിൽ ഈ ക്ലാസ്സിൽ കംപ്ലീറ്റ് അവൈലബിൾ ആണ്. ഇതുവരെയുള്ള ഈ 6 ചാപ്റ്ററിൻ്റെയും ക്ലാസ്സുകൾ ആപ്പിൽ അവൈലബിൾ ആണ്. ഇത് 7ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ മൊബൈൽ ആപ്പിൽ ഇത് ഓഫ്ലൈനായിട്ട് ഡൗൺലോഡ് കാണാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ അത് ഓഫ്ലൈൻ ഡൗൺലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് ആവർത്തിച്ച് കാണുമ്പോൾ ഒരിക്കലും നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ ചിലവ് വരില്ല കേട്ടോ. അതുകൊണ്ട് അങ്ങനെ കാണുക, ടെക്സ്റ്റ് വെച്ച് കേൾക്കുക. അതുപോലെ തന്നെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലെ മുൻവർഷ ചോദ്യങ്ങൾ, ചാപ്റ്റർ വൈസുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്ലാസ് കിട്ടും. പിന്നെ ഈ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ടെക്സ്റ്റൽ ബേസ്ഡ്, ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയുന്നു, ടെക്സ്റ്റൽ ബേസ്ഡ് ക്ലാസ്സുകൾ നിങ്ങൾ ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 50 to 60 മാർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യാതെ തന്നെ ആൻസർ കണ്ടെത്താൻ കഴിയും കേട്ടോ. ഇപ്പോൾ ഫിനാൻഷ്യൽ കോഡ് പലരും വിളിച്ചിട്ടും പലരും പറയാനുണ്ട് ടഫാണ്, ക്വസ്റ്റ്യൻസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്നു. അതങ്ങനെ തോന്നുന്നത് എന്തുകൊണ്ടാണ്? യു ആർ നോട്ട് ഫെമിലിയർ വിത്ത് ദ ടെക്സ്റ്റ്. യു മസ്റ്റ് ബി ഫെമിലിയർ വിത്ത് ദ ടെക്സ്റ്റ്. ടെക്സ്റ്റുമായിട്ട് നമ്മൾ നന്നായി പരിചയപ്പെടണം. അതിൻ്റെ പേജുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എവിടെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് ഏറെക്കുറെ ഒരു ധാരണ വേണം. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ടേബിൾ ഓഫ് കണ്ടൻസ് വെച്ചിട്ടും അതുപോലെ തന്നെ ഇൻഡെക്സ് നോക്കി നമുക്ക് പെട്ടെന്ന് ആൻസർ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അതായത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ 1-2 പേര് ടീച്ചേഴ്സൊക്കെ തന്നെ എന്നെ വിളിച്ചിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്, ബുക്കില്ലാതെ തന്നെ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് 50 മുതൽ 60 മാർക്ക് വരെ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം ഒരു പ്രൈമറി സ്കൂൾ ടീച്ചറോ ഹൈസ്കൂൾ ടീച്ചറോ ആണെന്ന് തോന്നുന്നു 70 മാർക്ക് ഫിനാൻഷ്യൽ കോഡിന്, മറ്റു പലരും ടഫാണെന്ന് പറഞ്ഞപ്പോഴും 70 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചു എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്? അപ്പോൾ പറഞ്ഞ ടെക്സ്റ്റൽ ബേസ്ഡ് ക്ലാസ്സിൽ കംപ്ലീറ്റ് കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടിയപ്പോൾ തന്നെ ഒരു 60 മാർക്കിന് വരെ ബുക്ക് തുറന്നു നോക്കാതെ ആൻസർ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളുടെ സമയം, ഐ ആം നോട്ട് ടേക്കിംഗ് ടു മച്ച് യുവർ ടൈം. ഓക്കെ, നമുക്ക് ലെറ്റസ് ബിഗിൻ വിത്ത് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ചാപ്റ്റർ 7 വർക്ക്സ് ആണ്. പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് വർക്ക്സ്. അതായത് ഫിനാൻഷ്യൽ കോഡ് 14 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. നിങ്ങളൊരു 10 ചാപ്റ്ററെങ്കിലും നന്നായി കേട്ടിരുന്നാൽ തീർച്ചയായിട്ടും നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ ഒരു 8-9 ചാപ്റ്ററെങ്കിലും കേൾക്കുക. അപ്പോൾ ഈ 1 മുതൽ 6 വരെയുള്ള ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 7ാമത്തെ ചാപ്റ്ററും അതേ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ആദ്യത്തെ ഒരു 10 ചാപ്റ്റർ കേൾക്കുമ്പോൾ തന്നെ പരീക്ഷയ്ക്ക് പാസ്സാകാനുള്ള ഈസിയായിട്ട് ജയിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം, സമയം കളഞ്ഞല്ല. ചാപ്റ്റർ 7 വർക്ക്സ് ആണ്. ആദ്യം നമ്മൾ ഇൻട്രോഡക്ടറി ആയിട്ടുള്ളൊരു കാര്യമാണ് നോക്കുന്നത്. ആമുഖമായിട്ട് എന്താണ് വർക്ക് എന്ന് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 163 ടെക്സ്റ്റിൽ പേജ് നമ്പർ 236. പിന്നെ ഇതിപ്പോൾ ക്ലാസ് കേൾക്കുമ്പോൾ ഇത് ടെക്സ്റ്റിലേക്ക് നോക്കിയിരുന്ന് കേൾക്കണമെന്നില്ല, ഇതിൽ തന്നെ ശ്രദ്ധിക്കാം. എന്നിട്ട് ടെക്സ്റ്റ് ഒന്ന് എടുത്തിട്ട് വായിച്ചാൽ മതിയാവും കേട്ടോ. അതായിരിക്കും കൂടുതൽ നല്ലത്. യെസ്, ആർട്ടിക്കിൾ 163. ദ ടേം വർക്ക്സ് കവേഴ്സ് നോട്ട് ഓൺലി വർക്ക്സ് ഓഫ് കൺസ്ട്രക്ഷൻ ആൻഡ് റിപ്പയേഴ്സ് ഓഫ് ബിൽഡിങ്സ്, റോഡ്സ്, ഇറിഗേഷൻ പ്രോജക്ട്സ് എക്സെട്ര. ദ ടേം വർക്ക്സ് കവേഴ്സ് not only works of construction and repairs of buildings, roads, construction of buildings, repairs and maintenance of buildings, അതുപോലെ construction of roads, repairs and maintenance of roads, construction of irrigation projects and repairs and maintenance of project. ഇത് മാത്രമല്ല, അതായത് വർക്ക് എന്ന് പറഞ്ഞാൽ നിർമ്മാണ പ്രവർത്തികൾ മാത്രമല്ല, അതുപോലെ തന്നെ ബിൽഡിങ്സിൻ്റെ റോഡ്സിൻ്റെ നിർമ്മാണവും റിപ്പയറും മാത്രമല്ല, ബട്ട് ഓൾസോ വർക്കിൽ ഉൾപ്പെടുന്നു മാനുഫാക്ചർ, സപ്ലൈ ആൻഡ് കാരേജ് ഓഫ് ആൻഡ് റിപ്പയർ ഓഫ് ടൂൾസ് ആൻഡ് പ്ലാന്റ്, അതർ ടൂൾസ് എന്തൊക്കെ ഉൾപ്പെടുന്നു? ബട്ട് ഓൾസോ ദ മാനുഫാക്ചർ നിർമ്മിതി, സപ്ലൈ കാരേജ് ആൻഡ് റിപ്പയർ ഓഫ് ടൂൾസിൻ്റെ നിർമ്മാണങ്ങൾ, അതിൻ്റെ സപ്ലൈ, അത് കൊണ്ടുപോകുന്നത്, ആൻഡ് പ്ലാന്റ്, അതുപോലെ പ്ലാന്റിൻ്റെ നിർമ്മാണങ്ങൾ, അതിൻ്റെ സപ്ലൈ, ആൻഡ് അതർ സ്റ്റോഴ്സ്, മറ്റ് സ്റ്റോറുകൾ റിക്വയർഡ് ഇൻ കണക്ഷൻ വിത്ത് ദ വർക്ക് ഓഫ് കൺസ്ട്രക്ഷൻ ആൻഡ് റിപ്പയർ.
അതായത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ടും അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു നിർമ്മിതികൾ, അതിൻ്റെ സപ്ലൈ, ടൂൾസിൻ്റെ സപ്ലൈ, അതുപോലെ തന്നെ സ്റ്റോഴ്സിൻ്റെ സപ്ലൈ, പ്ലാന്റ് സപ്ലൈ, ഇതെല്ലാം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം വർക്ക് എന്നുള്ള നിർവചനത്തിൽ വരും. ക്വസ്റ്റ്യനാണിത്. വർക്കിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? നോട്ട് ഓൺലി ദ വർക്ക്സ് ഓഫ് കൺസ്ട്രക്ഷൻ റിപ്പയേഴ്സ് ബട്ട് ഓൾസോ ഇൻക്ലൂഡ് മാനുഫാക്ചർ, സപ്ലൈ, carriage and repair of tools and plants and other stores required in connection with the works of construction and repair. അതായത് കൺസ്ട്രക്ഷൻ റിപ്പയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാനുഫാക്ചറിങ്, സപ്ലൈ ആൻഡ് കാരേജ് ഓഫ് റിപ്പയർ ഓഫ് ടൂൾസ് വരും, ടൂൾസിൻ്റെ സപ്ലൈ വരും, ടൂൾസിൻ്റെ റിപ്പയർ വരും, പ്ലാന്റിൻ്റെ സപ്ലൈ വരും, പ്ലാന്റിൻ്റെ റിപ്പയർ വരും, പിന്നെ അതുപോലെ സ്റ്റോഴ്സ് സപ്ലൈ വരും. അതെല്ലാം ഈ കൺസ്ട്രക്ഷൻ റിപ്പയറുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. അപ്പോൾ ഇതെല്ലാം തന്നെ വർക്ക് എന്നുള്ള ഡെഫിനേഷൻ വരുന്നുണ്ട്. ഓക്കെ, പരീക്ഷയ്ക്ക് ചോദിക്കും. The rules in this chapter, ഈ ചാപ്റ്ററിലെ ചട്ടങ്ങൾ ആർ ആപ്ലിക്കബിൾ ടു ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ ജനറൽ, പൊതുവായ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഇത് ആപ്ലിക്കബിളാണ്. ആൻഡ് ആർ സപ്ലിമെൻറ്റഡ് ഫോർ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ബൈ ഡീറ്റെയിൽ റൂൾസ് ആൻഡ് ഓർഡേഴ്സ് കണ്ടെയ്ൻഡ് ഇൻ ദ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് മാനുവൽസ് ആൻഡ് കോഡ്സ്. അതായത് ചില ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് അവരുടേതായ ഡിപ്പാർട്ട്മെൻറ്റ് മാനുവൽസും റൂൾസും ഒക്കെ ഉണ്ട്, കോഡൊക്കെ ഉണ്ട്. ഇപ്പോൾ സ്റ്റോർ പർച്ചേസിനായാലും വർക്കിനൊക്കെ ആയാലും ഇപ്പോൾ PWDക്ക് അങ്ങനെ കോഡുണ്ട്. PWD അക്കൗണ്ട് കോഡുണ്ട്, PWD ഡിപ്പാർട്ട്മെൻറ്റ് കോഡുണ്ട്, PWD മാനുവലുണ്ട്. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് കോഡുള്ള, ഇപ്പോൾ പോലീസ് കോഡൊക്കെ പ്രത്യേകിച്ചുണ്ട്. അങ്ങനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്പെഷ്യൽ കോഡുകളുണ്ട് ഈ വർക്ക് സംബന്ധിച്ചിട്ട്. അവർക്ക് ഈ ചട്ടങ്ങൾ സപ്ലിമെൻ്ററി ആയിട്ട് യൂസ് ചെയ്യണം. അല്ലാത്ത മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഇത് ജനറലായിട്ട് എല്ലാവർക്കും തന്നെ ബാധകമാണ്. എന്നാൽ വിശേഷാൽ കോഡുകളുള്ള സ്ഥാപനങ്ങൾക്ക്, ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഇത് ആ കോഡിന് പുറമേ ഇത് സപ്ലിമെൻ്ററി ആണ്. അടുത്തത് വെരി ഇമ്പോർട്ടൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് വർക്ക്സ് ആണ്. വർക്കുകൾ, ജോലികളുടെ തരംതിരിവാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് വർക്ക്സ് ആർട്ടിക്കിൾ ഏതിലാണ് പറയുന്നത്? 164 വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. വർക്ക്സ് ആർ പ്രൈമറിലി ക്ലാസിഫൈഡ്. വർക്ക്സിനെ പ്രാഥമികമായിട്ട് രണ്ടായി തിരിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഒറിജിനൽ വർക്ക്സ്, ഒന്ന് ഒറിജിനൽ വർക്ക്സ്, രണ്ട് റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്. അത് മൗലികമായ ജോലികൾ, അത് ഒറിജിനൽ വർക്ക്സ്. പിന്നെ അറ്റകുറ്റപ്പണികൾ. അങ്ങനെ വർക്കുകളെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. വർക്കുകളെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു ചോദ്യമാണ്. ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. വർക്കുകളെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു? രണ്ടായി തിരിച്ചിരിക്കുന്നു. വർക്ക്സ് ആർ ഡിവൈഡഡ് ഇൻറ്റു 2 ഓർ ക്ലാസിഫൈഡ് ഇൻറ്റു 2. പ്രൈമറിലി ക്ലാസിഫൈഡ് ഇൻറ്റു 2. ഏതൊക്കെയാണത്? അങ്ങനെ ചോദിക്കും. ഒറിജിനൽ വർക്ക്സ് ഒന്നാമത്തത്, രണ്ടാമത്തത് റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ആണ്. ഇനി എന്തൊക്കെയാണ് ഒറിജിനൽ വർക്ക്സിൽ ഉൾപ്പെടുന്നത്? ഞാൻ ഈ ക്യൂ എന്നിട്ടിരിക്കുന്നില്ലേ, അതെല്ലാം പരീക്ഷാ ചോദ്യങ്ങളാണ് കേട്ടോ, ക്യൂ എന്നിട്ടിരിക്കുന്നത്. അടുത്തത് ഒറിജിനൽ വർക്ക്സ് ഇൻക്ലൂഡ് ഓൾ ന്യൂ കൺസ്ട്രക്ഷൻ. എല്ലാ പുതിയ നിർമ്മിതികളും ഒറിജിനൽ വർക്ക്സിലാണ്. പരീക്ഷയ്ക്ക് ചോദിക്കും. താഴെ പറഞ്ഞാൽ ഒറിജിനൽ വർക്ക്സിൽ ഉൾപ്പെടുന്ന ഏതാണ്? ഓൾ ന്യൂ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അതാണ് ശരി. എല്ലാ പുതിയ നിർമ്മിതികളും ഒറിജിനൽ വർക്കാണ്. അതുകൂടാതെ വെദർ ഓഫ് എൻറ്റയർലി ന്യൂ വർക്ക്സ്, ഇനി പൂർണ്ണമായിട്ടും പുതിയ വർക്കായ ആകാം, ഓർ അഡീഷൻസ് ആൻഡ് ഓൾട്ടറേഷൻസ് ടു എക്സിസ്റ്റിംഗ് വർക്ക്സ്, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ഒരു വർക്കിന് അഡീഷൻസ് വെക്കാം, അധികമായിട്ടുള്ള നിർമ്മിതികൾ വരാം, ഓൾട്ടറേഷൻസ് ചേഞ്ചസ് വരാം, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ചേഞ്ചസ് ഓൾട്ടറേഷൻസ് വരുന്നു. അതും ഒറിജിനൽ വർക്ക് തന്നെയാണ്. ഒറിജിനൽ വർക്ക്സ് ഇൻക്ലൂഡ് ഓൾ ന്യൂ കൺസ്ട്രക്ഷൻ വെദർ എൻറ്റയർലി ഓഫ് ന്യൂ വർക്ക്സ് ഓർ ഓഫ് അഡീഷൻസ് ആൻഡ് ഓൾട്ടറേഷൻസ് ടു എക്സിസ്റ്റിംഗ് വർക്ക്സ്. ക്വസ്റ്റ്യൻ: അഡീഷൻസ് ആൻഡ് ഓൾട്ടറേഷൻസ് ടു എക്സിസ്റ്റിംഗ് വർക്ക്സ് ന്യൂ വർക്കാണ്, ഒറിജിനൽ വർക്കാണ്. അഡീഷൻസ് ആൻഡ് ഓൾട്ടറേഷൻസ് ഓഫ് എക്സിസ്റ്റിംഗ് വർക്കും ഒറിജിനൽ വർക്കാണ്. ന്യൂ കൺസ്ട്രക്ഷനും ഒറിജിനൽ വർക്കാണ്. അതുപോലെ റീകൺസ്ട്രക്ഷൻ ഓഫ് എൻറ്റയർ സ്ട്രക്ചേഴ്സ്, അതുപോലെ ഇപ്പോൾ നിലവിലുള്ള സ്ട്രക്ചർ അത് പുനർനിർമ്മാണം നടത്തുക, റീകൺസ്ട്രക്ഷൻ ഓഫ് എൻറ്റയർ സ്ട്രക്ചേഴ്സ്, അതും ഒറിജിനൽ വർക്കാണ്. നെസസിറ്റേറ്റഡ് ബൈ വെയർ ആൻഡ് ടയർ, അതായത് തേയ്മാനം മൂലം അല്ല കാലപ്പഴക്കം മൂലം നിലവിലുള്ള ഒരു നിർമ്മാണ പ്രവൃത്തി, ഒരു കെട്ടിടം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നിർമ്മിതി ഒരു റീകൺസ്ട്രക്ഷൻ ആവശ്യമായി വന്നാൽ ആ റീകൺസ്ട്രക്ഷൻ, അതായത് റീകൺസ്ട്രക്ഷൻ ഓഫ് എൻറ്റയർ സ്ട്രക്ചേഴ്സ് നെസസിറ്റേറ്റഡ് ബൈ വെയർ ആൻഡ് ടയർ ഓർ ബൈ ഡാമേജ് ഡ്യൂ ടു സം കലാമിറ്റി, അതായത് എന്തെങ്കിലും പ്രകൃതിക്ഷോഭം മുതലുള്ള കലാമിറ്റി അതുമൂലം, അല്ലെങ്കിൽ കേടുപാടുകൾ മൂലം, അല്ലെങ്കിൽ കാലപ്പഴക്കം മൂലം, തേയ്മാനം മൂലം ഒരു സ്ട്രക്ചർ, നിലവിലുള്ള സ്ട്രക്ചറിന് എന്തെങ്കിലുമൊക്കെ തകരാറുകൾ സംഭവിച്ചാൽ അപ്പോൾ എൻറ്റയർ സ്ട്രക്ചർ റീകൺസ്ട്രക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതും ന്യൂ വർക്കാണ്. ക്വസ്റ്റ്യൻ: ആൻഡ് ഓൾ റിപ്പയേഴ്സ് ടു ന്യൂലി പർച്ചേസ്ഡ്, ഇനി പുതുതായിട്ടൊരു ബിൽഡിംഗ് സർക്കാർ വാങ്ങുന്നു, അതിന് കുറച്ച് അധികം റിപ്പയർ നടത്തുന്നു, അതും ഒറിജിനൽ വർക്കാണ്. ഓർ വർക്ക് ഓൺ പ്രീവിയസ്ലി അബാൻഡൻ ബിൽഡിങ്സ് റിക്വയർഡ് ടു മേക്ക് ദം യൂസബിൾ
ഇനി ഏതെങ്കിലും കെട്ടിടം ഉപയോഗശൂന്യമായിട്ട് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗയോഗ്യമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വർക്കുകൾ, ഇതെല്ലാം ഒറിജിനൽ വർക്ക്സാണ്. ക്ലിയർ ആണല്ലോ? ഈ ഭാഗത്തു നിന്നെല്ലാം ചോദ്യങ്ങൾ ചോദിക്കും. ഈ ഓരോ സെൻറ്റൻസ് എടുത്തിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. താഴെ പറഞ്ഞാൽ ഏതാണ് ഒറിജിനൽ വർക്ക്സ്? ഞാനൊന്നുകൂടെ വായിച്ചേക്കാം. ഒറിജിനൽ വർക്കിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഒറിജിനൽ വർക്ക്സ് ഇൻക്ലൂഡ് ഓൾ ന്യൂ കൺസ്ട്രക്ഷൻ, വെദർ ഓഫ് എൻറ്റയർലി ന്യൂ വർക്ക്സ് or of additions and alterations to existing works, reconstruction of entire structures necessitated by wear and tear or by damage due to some calamity, and all repairs to newly purchased or previously abandoned buildings required to make them usable. ക്ലിയർ ആണല്ലോ? അടുത്ത റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ്. അപ്പോൾ വർക്ക്സിനെ പ്രധാനമായിട്ടും പ്രൈമറിലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തെന്ന് പറഞ്ഞു. ഒറിജിനൽ വർക്ക്സ് ആൻഡ് റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ്. അപ്പോൾ ഒറിജിനൽ വർക്ക് എന്താണെന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു പ്രൊവൈസോയിൽ, അല്ലേ? ആ പാരഗ്രാഫിൽ പറഞ്ഞു. അടുത്ത റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ധാരാളം ചോദ്യങ്ങൾ ഈ വർക്കിൽ ചോദിക്കും കേട്ടോ. റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് ഇൻക്ലൂഡ് ഓൾ ദ ഓപ്പറേഷൻസ് റിക്വയർഡ് ഫ്രം ടൈം ടു ടൈം ടു മെയിൻറ്റെയിൻ എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടീസ് ഇൻ എ സാറ്റിസ്ഫാക്ടറി സ്റ്റേറ്റ്. അതായത് ഇപ്പോൾ നിലവിലുള്ള പ്രോപ്പർട്ടീസ് അതൊരു തൃപ്തികരമായിട്ടുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതിന് റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് ആണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അറ്റകുറ്റപ്പണികളാണ്. നിലവിലുള്ള വസ്തുക്കളെ തൃപ്തികരമായി സൂക്ഷിക്കുന്നതിന്. ആൻഡ് മേക്ക് ഗുഡ് ദ ഡാമേജ് ഡ്യൂ ടു വെയർ ആൻഡ് ടയർ. അതുപോലെ തന്നെ ഇപ്പം തേയ്മാനം മൂലം ഉണ്ടാകുന്ന ദോഷങ്ങൾ, അതിനുണ്ടാകുന്ന ന്യൂനതകൾ, അതിനുണ്ടാകുന്ന നാശങ്ങൾ ഒഴിവാക്കുക. അതൊക്കെ ഇപ്പോൾ ഒരു കെട്ടിടം ഇങ്ങനെ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ചെയ്ത് സൂക്ഷിക്കണ്ടേ? നമ്മളെ വീടായാലും ഇടയ്ക്കിടയ്ക്ക് നമ്മളിന്ന് പെയിൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഭിത്തിയിലൊക്കെ വിള്ളലുണ്ടെങ്കിൽ അതൊക്കെ മാറ്റും. അതൊക്കെ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് അല്ലേ? അതുപോലെയുള്ള സർക്കാർ വർക്കും. റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് ഇൻക്ലൂഡ് ഓൾ ദ ഓപ്പറേഷൻസ് റിക്വയർഡ് ഫ്രം ടൈം ടു ടൈം ടു മെയിൻറ്റെയിൻ ദ എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടീസ് ഇൻ എ സാറ്റിസ്ഫാക്ടറി സ്റ്റേറ്റ്. അതായത് നിലവിലുള്ള വസ്തുക്കൾ തൃപ്തികരമായി സൂക്ഷിക്കുന്നതിന്. അത് മാത്രം, അത് കാലപ്പഴക്കം കൊണ്ട് അവയ്ക്കുണ്ടാകുന്ന കേടുപാടുകൾ ഇല്ലാതാക്കുന്നതിനും ഒക്കെ ആവശ്യമായ പണികളാണ് റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ്. വെൻ കംപ്ലീറ്റ് റീകൺസ്ട്രക്ഷൻ ഇസ് നോട്ട് നെസസറി. അതായത് പൂർണ്ണമായിട്ടൊരു പുനർനിർമ്മിതി ആവശ്യമില്ലാത്ത കാര്യമാണ്, അല്ലേ? പൂർണ്ണമായും ഒരു പുനർനിർമ്മിതി ആവശ്യമില്ലാത്ത സാഹചര്യത്തിൽ, അതായത് ഇപ്പോൾ റിപ്പയർ ചെയ്യുക, അത്രയേ ഉള്ളൂ, സിമ്പിളി. പുതിയൊരു നിർമ്മിതി ഇല്ല അവിടെ, റീകൺസ്ട്രക്ഷൻ ഇല്ല. കംപ്ലീറ്റ് റീകൺസ്ട്രക്ഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് ഒറിജിനൽ വർക്കായിട്ട് മാറും. റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് ആണ്. റിപ്പയർസ് ആർ ഫർദർ ക്ലാസിഫൈഡ് ആസ് ഓർഡിനറി റിപ്പയർസ് ആൻഡ് സ്പെഷ്യൽ റിപ്പയർസ്. ഇമ്പോർട്ടൻറ്റ് ചോദ്യം ചോദിക്കും. ആദ്യത്തെ സെൻറ്റൻസിൽ നിന്ന് ചോദ്യം ചോദിക്കും. എന്തൊക്കെയാണ് റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്? ഇപ്പോൾ നിലവിലുള്ള ഒരു കെട്ടിടം നല്ല തൃപ്തികരമായി സൂക്ഷിക്കുന്നതിന്, അല്ലെങ്കിൽ കാലപ്പഴക്കം മൂലം കേടുപാടുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഏത് വർക്കാണ് ചെയ്യുന്നത്? റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് ആണ്. ഇനി റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസിനെ രണ്ടായി വീണ്ടും തിരിച്ചിട്ടുണ്ട്. ഓർഡിനറി റിപ്പയർസ് എന്നും സ്പെഷ്യൽ റിപ്പയർസ് എന്നും. അതും ചോദ്യമാണ്. റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസിനെ എത്രയായി തിരിച്ചിട്ടുണ്ട്? ഓർഡിനറി റിപ്പയർസ് ആൻഡ് സ്പെഷ്യൽ റിപ്പയർസ്. ഓർഡിനറി റിപ്പയർസ് ഇൻക്ലൂഡ് പീരിയോഡിക്കൽ റിപ്പയർസ്. ഇപ്പം നമ്മൾ സാധാരണ ഒരു കെട്ടിടം വൈറ്റ് വാഷ് ചെയ്യണം, അല്ലേ? അല്ല ഒന്ന് കോട്ടിങ്, മെറ്റൽ ഐറ്റംസിനൊക്കെ ഒന്ന് കോട്ട് ചെയ്യണം. റോഡ്സും മറ്റും മെറ്റൽ ഐറ്റംസൊക്കെ ഒന്ന് കോട്ട് ചെയ്യണം. ROD ആണ് റോഡ്സ്, ROAD അല്ല. അതായത് പെയിൻറ്റിങ് ഓർ വൈറ്റ് വാഷിങ് എ ബിൽഡിംഗ് ഓർ സ്പ്രെഡിങ് എ ന്യൂ കോട്ടിംഗ് ഓഫ് മെറ്റൽ ഓൺ റോഡ്. ലോകഭാഗങ്ങളിലൊക്കെ പുതിയ കോട്ടിംഗ് നടത്തുക. അതൊക്കെ ഓർഡിനറി റിപ്പയറാണ്, അതൊക്കെ സാധാരണ റിപ്പയറാണ്. അപ്പോൾ ഓർഡിനറി റിപ്പയർ എന്തൊക്കെ ഉൾപ്പെടുന്നു? ഓർഡിനറി റിപ്പയർസ് ഇൻക്ലൂഡ് പീരിയോഡിക്കൽ റിപ്പയർസ് which are done regularly as a matter of routine and are usually the same nature. റുട്ടീനായി ചെയ്യേണ്ടുന്നതാണ്. ഇപ്പം നമ്മൾ ഒരു 4-5 വർഷം കൂടെ 2-3-5 വർഷം കൂടുമ്പം തീർച്ചയായിട്ടും പെയിൻറ്റ് ചെയ്യുന്നുണ്ടായും, അല്ല വൈറ്റ് വാഷ് ചെയ്യുന്നുണ്ടായും. അല്ലെങ്കിൽ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഫർണിച്ചർ ലോഹം കൊണ്ടുള്ളതാണ്, ഇരുമ്പ് കൊണ്ടുള്ളതാണ്. അപ്പോൾ അത് പെയിൻറ്റ് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ടായോ, മറ്റു കോട്ട് ചെയ്യുന്നുണ്ടായോ? അതൊക്കെ എന്തു വരും? ഓർഡിനറി റിപ്പയർസാണ്. ശരിയാണല്ലോ? ക്ലിയർ ആണല്ലോ? ഓർഡിനറി റിപ്പയർസ് ഇൻക്ലൂഡ് the periodical repairs question which are done regularly as a matter of routine and are usually of the same nature. Example, painting or whitewashing of a building or spreading a new coating on metal on road, and any occasional petty repairs. അതും വരും. ഒക്കേഷണൽ പെറ്റി റിപ്പയേഴ്സും ഓർഡിനറി റിപ്പയേഴ്സാണ്. ഒക്കേഷണൽ ഉണ്ടാകുന്ന സാധാരണ ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികൾ, അതും ഓർഡിനറി റിപ്പയറാണ്. അതായത് റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്.
ഓർഡിനറി റിപ്പയേഴ്സ് എന്നും സ്പെഷ്യൽ റിപ്പയേഴ്സ് എന്നും. അപ്പോൾ ഓർഡിനറി റിപ്പയേഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണയുള്ള ചില അറ്റകുറ്റപ്പണികളാണ്. ഈ പറഞ്ഞതൊക്കെ പെയിൻറ്റിങ്, വൈറ്റ് വാഷിംഗ് ഒക്കെയാണ്, അല്ലെങ്കിൽ മെറ്റൽ കോട്ടിങ്ങിലൊക്കെ പെയിൻ്റ് അടിക്കുന്നതൊക്കെയാണ്. അതുകൂടാതെ അതിൽ ഓർഡിനറി റിപ്പയറിൽ എന്തുകൂടി ഉൾപ്പെടുന്നു? ഒക്കേഷണൽ പെറ്റി റിപ്പയേഴ്സും വരും. ഫ്രം ടൈം ടു ടൈം, സമയസമയങ്ങളിൽ ചില ഒക്കേഷണലായിട്ടുണ്ടാകുന്ന. ഇപ്പോൾ നമ്മളൊരു പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ ഒരു ജനാലയുടെ എന്തെങ്കിലും ഒരു ചെറിയ കേടുപാട് പറ്റിയിട്ടുണ്ട്, ഒരു ഫ്രെയിം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ചീത്തയായിപ്പോയി, കുറച്ച് പൊടിഞ്ഞു പോയി, ഉളുത്തുപോയി, നമ്മൾ എന്ത് ചെയ്യും? അതൊരു പെറ്റി റിപ്പയർ അല്ലേ? അത് ഓർഡിനറി റിപ്പയർ അല്ലേ? വിച്ച് മേ ഹാവ് ടു ബി ക്യാരിഡ് ഔട്ട് ബിറ്റ്വീൻ ടൈം ഫിക്സ്ഡ് ഫോർ പീരിയോഡിക്കൽ റിപ്പയേഴ്സ്. അതായത് ഇപ്പോൾ ഓരോ പീരിയോഡിക്കൽ റിപ്പയറിന് ഒരു വർഷം, ഓരോ സമയമുണ്ട്. ഇപ്പോൾ സർക്കാർ കെട്ടിടങ്ങളാണെങ്കിൽ ചിലപ്പോൾ 2-3 കൊല്ലം കൂടുമ്പോൾ റീപെയിൻറ്റ് ചെയ്യാറുണ്ട് പല കെട്ടിടങ്ങളും. അപ്പം അതിനിടയിൽ വരുന്ന പെറ്റി റിപ്പയറാണ്, അതും ഓർഡിനറി റിപ്പയറിൽ വരും കേട്ടോ. അതായത് നമ്മൾ സാധാരണ ക്യാരി ഔട്ട് ചെയ്യുന്ന പീരിയോഡിക്കൽ റിപ്പയർ ഉണ്ടല്ലോ, ഈ പീരിയോഡിക്കൽ റിപ്പയർ എല്ലാം ഓർഡിനറി റിപ്പയറാണ്. അതിനിടയിൽ വരുന്ന ഒക്കേഷണൽ പെറ്റി റിപ്പയേഴ്സും ഓർഡിനറി റിപ്പയർ വരും. ഓർഡിനറി റിപ്പയേഴ്സ് ആർ ടു ആൻ ഇറിഗേഷൻ വർക്ക് ഇൻക്ലൂഡ്. ഇനി ഒരു ഇറിഗേഷൻ വർക്ക്, അതിന് ഓർഡിനറി വർക്ക് എന്തൊക്കെ വരാം? ഓപ്പറേഷൻസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദ വർക്ക് ഇൻ എ സാറ്റിസ്ഫാക്ടറി സ്റ്റേറ്റ്, ദാറ്റ് ഈസ് ടു സ്റ്റാൻഡേർഡ് ഓൾറെഡി ലേഡ് ഡൗൺ. ഇപ്പോൾ ഒരു കനാൽ അല്ലെങ്കിൽ അതായത് എന്തുമായിട്ട് ബന്ധപ്പെട്ട്, ഇറിഗേഷൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മെയിൻ്റെനൻസ് വന്നാൽ അത് ഓർഡിനറി വർക്കാണ്. അത് തൃപ്തികരമായി സൂക്ഷിക്കാൻ അതും ഓർഡിനറി വർക്കാണ്. അടുത്തത് ഇമ്പോർട്ടൻറ്റ്, സ്പെഷ്യൽ റിപ്പയേഴ്സ് ഇൻക്ലൂഡ്. ഇനി സ്പെഷ്യൽ റിപ്പയേഴ്സ് എന്തൊക്കെ വരാം? വിച്ച് ആർ നോട്ട് പീരിയോഡിക്കൽ ഓർ ഫ്രീക്വൻറ്റ്. അത് പീരിയോഡിക്കലും ഫ്രീക്വൻറ്റും അല്ല. പരീക്ഷ ചോദ്യമാണത്. പീരിയോഡിക്കൽ ആൻഡ് ഫ്രീക്വൻ്റ് അല്ലാത്ത റിപ്പയർ ഏത് റിപ്പയറാണ്? സ്പെഷ്യൽ റിപ്പയറാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അതായത് പീരിയോഡിക്കൽ ആൻഡ് ഫ്രീക്വൻ്റ് അല്ലാത്ത വർക്കുകളൊക്കെ, റിപ്പയറൊക്കെ സ്പെഷ്യൽ റിപ്പയറാണ്. എക്സാമ്പിൾ, റൂഫിംഗ് ഓഫ് എ ബിൽഡിംഗ്. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ റൂഫിംഗ് അതിനങ്ങ് മാറ്റുകയാണ്, അതൊരു ഓർഡിനറി റിപ്പയർ ആണോ? അതിന് കുറച്ച് പണച്ചെലവ് ആവശ്യമില്ലേ? യഥാർത്ഥത്തിൽ ഒറിജിനൽ വർക്കും അല്ലത്, അത് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസിൽ വരുന്നതാണ്. പക്ഷേ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസിൽ തന്നെ സ്പെഷ്യൽ റിപ്പയേഴ്സിൽ വരുന്നതാണ്. റൂഫിംഗ് ഓഫ് എ ബിൽഡിംഗ് ചോദിക്കാം. റൂഫിംഗ് ഓഫ് എ ബിൽഡിംഗ് ഏത് റിപ്പയറാണ്, ഏത് വർക്കാണ്? സ്പെഷ്യൽ റിപ്പയറാണ്, ഓർഡിനറി റിപ്പയർ അല്ല, ഒറിജിനൽ വർക്കും അല്ല. അതുപോലെ റീപ്ലേസിങ് ബീംസ്. ഇപ്പോൾ ഒരു കെട്ടിടത്തിൻ്റെ ബീം റീപ്ലേസ് ചെയ്യണം. ഇപ്പോൾ തേക്കിൻ്റെ ഒരു ബീമാണ് ഇരിക്കുന്നത്, അത് കോൺക്രീറ്റ് ബീമാക്കണം, അപ്പോൾ അത് സ്പെഷ്യൽ റിപ്പയറാണ്. അതുപോലെ റിന്യൂവിങ് എ ഫ്ലോർ, തറ, നമ്മളിപ്പം മെസ്സേജ് കിട്ടുന്ന തറ, പെട്ടെന്ന് അതിൻ്റെ പുറത്തുനിന്ന് ടൈൽസ് ഒട്ടിക്കണം, അല്ല ചെറിയ ടൈൽസാണ് ഇട്ടിരുന്നത്, അല്ല സാധാ ടൈൽസായിരുന്നു ഇട്ടിരുന്നത്, കൂടുതൽ നല്ല ടൈൽസ് ഇടണം, അപ്പോൾ ഫ്ലോർ റിന്യൂ ചെയ്യുന്നു, അതെന്തിൽ വരും? അതൊരു റീകൺസ്ട്രക്ഷൻ ആണോ? അതൊരു ഒറിജിനൽ വർക്കാണോ? അതൊരു ഓർഡിനറി റിപ്പയർ ആണോ? നോ, ഇറ്റ് ഈസ് എ സ്പെഷ്യൽ റിപ്പയർ. സ്പെഷ്യൽ റിപ്പയേഴ്സ് ടു ആൻ ഇറിഗേഷൻ വർക്ക്. ഇനി ഇത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിച്ചേക്കാം, അതുകൊണ്ട് നന്നായിട്ട് വായിച്ചിരിക്കാം. സ്പെഷ്യൽ റിപ്പയേഴ്സ് ആൻഡ് ഇറിഗേഷൻ വർക്ക്. അപ്പോൾ അത് ഈ സ്പെഷ്യൽ റിപ്പയറിനെ കുറിച്ചൊരു നല്ല ധാരണ കിട്ടാൻ ഇത് വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഒരു ഇറിഗേഷൻ വർക്കിൽ എന്തൊക്കെയാണ് സ്പെഷ്യൽ റിപ്പയർ എന്ന് പറഞ്ഞാൽ? ഓൾ ഓപ്പറേഷൻസ് അണ്ടർടേക്കൺ വിത്ത് എ വ്യൂ ടു മെയിൻറ്റെയിനിങ് ദ വർക്ക് ഇൻ എ ബെറ്റർ കണ്ടീഷൻ. ഇപ്പോൾ ഒരു കനാലുണ്ട്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു ടാങ്കുണ്ട്, അല്ലെ റിവർ മാർജിൻസ് ഉണ്ട്, റിവർ ബെഡുണ്ട്, അല്ലെ നദീതീരങ്ങളുടെ സംരക്ഷണമൊക്കെ നടത്തണ്ടായി. അപ്പോൾ അതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്? അതൊക്കെ ഒരു ഇറിഗേഷൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് സ്പെഷ്യൽ റിപ്പയേഴ്സ് ടു ആൻ ഇറിഗേഷൻ വർക്ക്, സ്പെഷ്യൽ റിപ്പയേഴ്സ് ടു ആൻ ഇറിഗേഷൻ വർക്ക് ഇൻക്ലൂഡ് ഓൾ ഓപ്പറേഷൻസ് അണ്ടർടേക്കൺ വിത്ത് എ വ്യൂ ടു മെയിൻറ്റെയിനിങ് ദ വർക്ക് ഇൻ എ ബെറ്റർ കണ്ടീഷൻ. അതായത് നമ്മുടെ ഇപ്പോഴത്തുള്ള നിർമ്മിതി ഒരു ബെറ്റർ കണ്ടീഷനിൽ, നല്ല സ്ഥിതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ ഒരു ഇറിഗേഷൻ വർക്കിനെ സംബന്ധിച്ച് ഇപ്പോഴുള്ള ഒരു ടാങ്കിൻ്റെയോ അല്ലെങ്കിൽ ഒരു കനാലിൻ്റെയോ അവസ്ഥ ഇപ്പോഴുള്ള രീതിയിൽ തന്നെ നന്നായി മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ അത് സ്പെഷ്യൽ റിപ്പയർ ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് ടു എ ഹയർ സ്റ്റാൻഡേർഡ് ദാറ്റ് ഓൾറെഡി ലേഡ് ഓൺ ബൈ യൂസിങ് മെറ്റീരിയൽസ് ഓഫ് എ മോർ ലാസ്റ്റിംഗ് കൈൻഡ്. ഇപ്പോൾ ഒരു എന്താ പറയുന്നത്, ഒരു ഡാം കൂടുതൽ ബലപ്പെടുത്തുക, അപ്പോൾ ഒരു കൂടുതൽ നല്ല മെറ്റീരിയൽസ് ഉപയോഗിക്കുക, കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഉപയോഗിക്കുക, അതൊക്കെ സ്പെഷ്യൽ റിപ്പയറാണ്. വിത്തൗട്ട് ഇൻക്രീസിങ് ദ എഫിഷ്യൻസി ഓർ സ്കോപ്പ് ഓഫ് ദ സിസ്റ്റം. എന്നാൽ മൊത്തത്തിൽ അതിൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതുമില്ല, ഉള്ളതിനെ നല്ലതാക്കി നിർത്തുക, അത് സ്പെഷ്യൽ റിപ്പയറാണ്. എന്തിനെ സംബന്ധിച്ച്? ഇറിഗേഷനെ സംബന്ധിച്ച്. എക്സാമ്പിൾ ധാരാളം പറയുന്നുണ്ട്, ഒന്ന് കേട്ടിരിക്കുക. സബ്സ്റ്റിറ്റ്യൂട്ടിങ് സിമെൻറ്റ് പ്ലാസ്റ്ററിങ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡാമോ അല്ലെങ്കിൽ ഒരു കനാലോ ചെറിയ ചെക്ക് ഡാമോ ഒക്കെ ഉണ്ടെങ്കിൽ സിമെൻറ്റ് പ്ലാസ്റ്ററിങ് നമ്മൾ ചെയ്യാറില്ലേ? ഒരു ഇറിഗേഷൻ വർക്കല്ലേ? സിമെൻറ്റ് പ്ലാസ്റ്ററിങ് പുതുതായി ചെയ്യുക. പോയിൻറ്റിങ് ഫോർ ഓർഡിനറി പ്ലാസ്റ്ററിങ്. ഇനി ഓർഡിനറി പ്ലാസ്റ്ററിങ് കൂടെ അതിന് പോയിൻറ്റ് ചെയ്യുക. ഓർ പോയിൻറ്റിങ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് പ്ലാസ്റ്ററിങ് ഫോർ പോയിൻറ്റിങ്. അതായത് പുതുതായിട്ട് പ്ലാസ്റ്റർ ചെയ്യുക, നിലവിലുള്ള സിമെൻറ്റ് പ്ലാസ്റ്റർ ചെയ്യുക, നിലവിലുള്ള സിമെൻറ്റ് പ്ലാസ്റ്റർ പോയിൻറ്റ് ചെയ്യുക, അല്ലെ പുതിയ പ്ലാസ്റ്റർ ചെയ്തുകൊണ്ട് അത് പോയിൻറ്റ് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ടിങ് റഫ് സ്റ്റോൺ മേഷണറി. ഇനി റഫായിട്ടുള്ള സ്റ്റോൺ മേഷണറി, അതായത് മേഷണറി
നല്ല കട്ടിയുള്ള കല്ലുകളൊക്കെ ഉപയോഗിച്ചിട്ട് വീണ്ടും ബലപ്പെടുത്തുക ഫോർ ഡ്രൈ സ്റ്റോൺ പാക്കിംഗ്. അതുപോലെ റിവറ്റിംഗ് ടാങ്ക്, അതായത് റിവറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സംരക്ഷണ ഭിത്തികളുടെ നിർമ്മാണമാണ് റിവറ്റിംഗ്. ടാങ്ക് ബഡ്സ്, ടാങ്കിൻ്റെയൊക്കെ പ്രദേശങ്ങൾ, അതാ ബഡ്സ്, ടാങ്കിൻ്റെ ബൺസൊക്കെ റിവറ്റ് ചെയ്യുക. റിവറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ബലപ്പെടുത്തുന്നതാണ്. സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണത്തിനാണ് റിവറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അതായത് PW കോഡിൽ മറ്റേ റിവറ്റ്മെൻ്റ് എന്ന് പറയുമ്പം ഇപ്പം മണ്ണൊലിപ്പ് അല്ലെങ്കിൽ ചരിവുകൾ ഒക്കെ മഴക്കാലത്തൊക്കെ മണ്ണൊലിപ്പും മറ്റ് ചരിവുകളും ഒക്കെ ചിലപ്പോൾ തകരാൻ സാധ്യതയില്ലേ? അപ്പോൾ നമ്മൾ അവിടെ ചെയ്യണം, സംരക്ഷണ ഭിത്തി നിർമ്മിക്കണം. ഇപ്പം നദീതീരത്ത് കല്ല് പാകത്തില്ലേ? അതുപോലെ സമുദ്രതീരത്ത് വലിയ കോൺക്രീറ്റ് ബ്ലോക്കുകൾ അല്ലെ പാറകൾ കൊണ്ടൊക്കെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കത്തില്ലേ? അങ്ങനെയുള്ള സംരക്ഷണ ഭിത്തിക്കാണ് റിവറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റിവറ്റിംഗ് ടാങ്ക് ബൺസ്, ടാങ്കുകളുടെ ബണ്ടുകൾ റിവറ്റ് ചെയ്യുക. വലിയ ടാങ്കുകളൊക്കെ നിർമ്മിച്ചിട്ടുള്ള അതിൻ്റെ ബണ്ടുകൾ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതും അതും സ്പെഷ്യൽ റിപ്പയറാണ് ഒരു ഇറിഗേഷൻ വർക്കിനെ സംബന്ധിച്ച്. അറ്റ് ദ സൈറ്റ് ഓഫ് ബീച്ചസ് ആൻഡ് റിവർ മാർജിൻസ് വെൻ ദേ ആർ ഇറോഡഡ്, അതായത് ബീച്ചുകളിൽ, നദീതടങ്ങളിൽ, റിവർ മാർജിൻസ്, നദീതീരങ്ങളിൽ, വെൻ ദേ ആർ ഇറോഡഡ്, നദീതീരങ്ങളിലോ ബീച്ചുകളിലോ ആ നിലവിലുള്ള മണ്ണുകളൊക്കെ ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടി റിവറ്റ്മെൻറ്റ് നടത്തുക, സംരക്ഷണ ഭിത്തി നിർമ്മിക്കുക. അതൊരു ഇറിഗേഷനെ സംബന്ധിച്ച് സ്പെഷ്യൽ റിപ്പയറാണ്. അതുപോലെ ഗ്രൗട്ടിങ് ദ ന്യൂവലി സർഫസ് ഓഫ് ദ ആപ്രൻസ്. ആപ്രൻസ് എന്ന് പറഞ്ഞാൽ സംരക്ഷണ പാളിയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ അണക്കെട്ട് നിർമ്മിക്കുന്നു, അല്ല ഒരു കലങ്ക്, അല്ല ഒരു പാലം. അപ്പോൾ അവയ്ക്കൊക്കെ സപ്പോർട്ടീവായിട്ട് മണ്ണൊലിപ്പ് മൂലമൊക്കെ ഒലിച്ചു പോകാതിരിക്കാൻ സംരക്ഷണ പാളി നിർമ്മിക്കാറുണ്ട്. അത് ഗ്രൗട്ടിങ് ദ ന്യൂവലി സർഫസ് ഓഫ് ആപ്രൻസ് ഉണ്ടാകും. അത് ഗ്രൗട്ട് ചെയ്യുക, അതായത് കൂടുതൽ ചാന്തും മറ്റും ഉപയോഗിച്ചിട്ട് ബലപ്പെടുത്തുക. ആപ്രൻസ് എന്ന് പറയുന്ന സംരക്ഷണ പാളിയാണ് കേട്ടോ. സംരക്ഷണ ഭിത്തിക്കാണ് റിവറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റിവറ്റ്മെൻറ്റും ഒക്കെ അല്ലെങ്കിൽ ആപ്രൻസൊക്കെ പുതുതായിട്ട് ഗ്രൗട്ട് ചെയ്യുക. ആൻഡ് ലെങ്തനിങ് ആപ്രൻസ്, ഇനി ആപ്രൻസ് ലെങ്തൻ ചെയ്യുക. ആൻഡ് റിവറ്റ്മെൻറ്റ്സും ആപ്രൻസും. റിവറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന സംരക്ഷണ ഭിത്തിയാണ്, ആപ്രൻസ് എന്ന് പറയുന്ന സംരക്ഷണ പാളിയാണ്. അതൊക്കെ ബലപ്പെടുത്തുക, അതൊക്കെ അതിൻ്റെയൊക്കെ ലെങ്തിങ് കൂട്ടുക ടു പ്രൊട്ടക്റ്റ് ദ ഇറോഡഡ് പോർഷൻ ഓഫ് ദ ബെഡ്സ് ആൻഡ് മാർജിൻസ് ഓഫ് റിവേഴ്സ്. എന്തിനു വേണ്ടിയാണത്? ബെഡ്സ് ആൻഡ് മാർജിൻസ് എന്ന് പറയുന്ന നദീ തടങ്ങളും തീരങ്ങളുമാണ്, അല്ലേ? അറിയാമല്ലോ എല്ലാവർക്കും. അത് ഒലിച്ചു പോകാതിരിക്കാൻ, ടു പ്രൊട്ടക്റ്റ് ദ ഇറോഡഡ് പോർഷൻ ഓഫ് ദ ബെഡ്സ് ആൻഡ് മാർജിൻസ്, ഒലിച്ചു പോകാതിരിക്കാൻ റിവറ്റ്മെൻറ്റുകളും അതുപോലെ ആപ്രൻസൊക്കെ പുതുതായിട്ട് ഗ്രൗട്ട് ചെയ്യുക, അതിൻ്റെ നീളമൊക്കെ വർദ്ധിപ്പിക്കുക. അതെല്ലാം ഒരു ഇറിഗേഷനെ സംബന്ധിച്ച് സ്പെഷ്യൽ വർക്കാണ്. കനാലിൻ്റെയും അങ്ങനെയാണ്, ചാനൽസിൻ്റെയൊക്കെ തന്നെയും, റിവേഴ്സിൻ്റെയും ബെഡ് മാർജിൻസും, ബെഡ് ആൻഡ് മാർജിൻസ് മാത്രമല്ല, കനാലിൻ്റെ ബെഡ് ആൻഡ് മാർജിൻസ്, കനാൽ തടങ്ങൾ, അതുപോലെ ചാനൽസ്, അതെല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്പെഷ്യൽ റിപ്പയറാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്തത്, സർട്ടൺ ഓപ്പറേഷൻസ് ആർ പാർട്ടിലി ഒറിജിനൽ വർക്ക്സ് ആൻഡ് പാർട്ടിലി റിപ്പയേഴ്സ്. പിന്നെ ചില വർക്കുകൾ പാർട്ടിലി ഒറിജിനൽ വർക്കും പാർട്ടിലി റിപ്പയേഴ്സുമാണ്. എക്സാമ്പിൾ, സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ടെറസ്ഡ് റൂഫ് ഫോർ എ ടൈൽഡ് റൂഫ്. അതായത് ടൈൽഡ് റൂഫിന് പകരം ടെറസ്ഡ് റൂഫ് കൊടുക്കുക, അത് പാർട്ടിലി ഒറിജിനൽ ആൻഡ് പാർട്ടിലി റിപ്പയർ ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ സ്റ്റീൽ ബീംസ് ഓഫ് ഡാമേജ്ഡ് ടീക്ക് വൺസ്. ഇപ്പോൾ ടീക്ക് വൺസിന് അപ്പോൾ സ്റ്റീൽ ബീംസ് കൊടുക്കുക, അത് പാർട്ടിലി ഒറിജിനലും പാർട്ടിലി ഒറിജിനൽ വർക്കും പാർട്ടിലി റിപ്പയേഴ്സാണ്. ഓർ ഡിസ്മാൻഡിലിംഗ് ദ എക്സിസ്റ്റിംഗ് വരാന്ത. ഇപ്പോൾ ഉള്ള വരാന്ത ഉടച്ചു കളഞ്ഞിട്ട് മറ്റൊന്ന് നിർമ്മിക്കുക, അതൊക്കെ രണ്ടും ചേരുന്നുണ്ട്. എ മിക്സ്ഡ് വർക്ക് ഓഫ് ദിസ് കൈൻഡ് ഷുഡ് ഫോർ ദ പർപ്പസ് ഓഫ് ഡിറ്റർമിനിങ് ദ അതോറിറ്റി കമ്പിറ്റഡ് ടു സാങ്ഷൻ ഇറ്റ് ബി ട്രേഡ് ആസ് ഒറിജിനൽ വർക്ക്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ട അധികാരിയെ തീരുമാനിക്കുന്നത് അത് ഒറിജിനൽ വർക്കാണോ സ്പെഷ്യൽ റിപ്പയർ ആണോ എന്ന് കേട്ടോ. വെൻ എ സ്ട്രക്ചർ ഓർ എ പാർട്ട് ഓഫ് എ സ്ട്രക്ചർ ഈസ് ഡിസ്മാൻഡിൽഡ് ബിക്കോസ് ഇറ്റ് ഈസ് സ്ട്രക്ചറലി അൺസൗണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു നിർമ്മിതി ഡിസ്മാൻഡിൽ ചെയ്തു, നശിപ്പിച്ചു, കാരണം അത് സ്ട്രോങ് അല്ല എന്ന് കണ്ടെത്തിയാൽ, അൺസൗണ്ട് ആണെന്ന് കാരണത്താൽ ഡിസ്മാൻഡിൽ ചെയ്യുകയാണെങ്കിൽ, ആൻഡ് റീപ്ലേസ്ഡ് ബൈ എ ന്യൂ വർക്ക് ഇൻ വിച്ച് ഓൾ മെറ്റീരിയൽ എസെൻഷ്യൽ മിയർലി റീപ്രൊഡ്യൂസസ് വാട്ട് വാസ് ഡിസ്മാൻഡിൽഡ്, the work is included in the category of repairs unless it is done to make newly purchased or previously abandoned. അപ്പോൾ അതും റിപ്പയറിലാണ് ഉൾപ്പെടുത്തുന്നത്. അതായത് ഒരു കെട്ടിടം പുതുതായി ഉണ്ടാക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഉപേക്ഷിച്ചൊരു കെട്ടിടത്തിൻ്റെ അറ്റകുറ്റപ്പണി ശരിയാക്കിയോ എടുക്കുന്നതൊക്കെ ഒറിജിനൽ വർക്കാണ്. എന്നാൽ അതിലേക്ക് പോകാതെ വെൻ ദ സ്ട്രക്ചർ ഓർ പാർട്ട് ഓഫ് എ സ്ട്രക്ചർ ഈസ് ഡിസ്മാൻഡിൽഡ്, ഒരു സ്ട്രക്ചർ അല്ല സ്ട്രക്ചറിൻ്റെ ഒരു ഭാഗം ഡിസ്മാൻഡിൽ ചെയ്യുക ബിക്കോസ് ഇറ്റ് ഈസ് അൺസൗണ്ട്, സ്ട്രക്ചറലി അൺസൗണ്ട് ആണെങ്കിൽ, ആൻഡ് റീപ്ലേസ്ഡ് ബൈ എ ന്യൂ വർക്ക്, അല്ലേ? ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ കാറ്റഗറി റിപ്പയേഴ്സ്. അതൊരു സ്പെഷ്യൽ റിപ്പയറായിട്ടാണ്
കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇത് ആർട്ടിക്കിൾസ് 163, 164 ഇതിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാം. ഇപ്പോൾ ഉദാഹരണം ഞാൻ 1-2 ചോദ്യങ്ങൾ പറയാം. അതായത് ഇപ്പം വർക്കിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു, താഴെ പറഞ്ഞാൽ എന്തൊക്കെയാണ് വർക്കിൽ വരുന്നത്. ന്യൂ കൺസ്ട്രക്ഷൻസ്, പുതിയ കൺസ്ട്രക്ഷൻസ്, ന്യൂ കൺസ്ട്രക്ഷൻസ് വർക്കിൽ വരുന്നതല്ലേ, ആണല്ലോ. റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസും വർക്കിൽ വരുന്നുണ്ട്. പിന്നെ സി, മാനുഫാക്ചർ ആൻഡ് സപ്ലൈ ഓഫ് ടൂൾസ്, മെറ്റീരിയൽസ് എക്സെട്ര. ഡി, ഓൾ ദി അബോവ്. ഇതെല്ലാം വരുന്നില്ലേ? അതുപോലെ ശരിയല്ലേ, ഓൾ ദി അബോവ് ആണ് ശരി. അതുപോലെ വർക്ക്സ് ആർ പ്രൈമറിലി ക്ലാസിഫൈഡ് ഇൻ ടു, പ്രൈമറി ആയിട്ട് വർക്ക്സിനെ എങ്ങനെയൊക്കെ തിരിച്ചിട്ടുണ്ട്. ഒറിജിനൽ വർക്ക്സ് ആൻഡ് റിപ്പയർ. ബി, ഒറിജിനൽ വർക്ക്സ് ആൻഡ് മെയിൻ്റനൻസ്. സി, ഒറിജിനൽ വർക്ക്സ്, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്. ഏതാ ശരി? ഒറിജിനൽ വർക്ക്സ്, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്. അതുപോലെ വർക്ക്സിന് എത്ര ക്ലാസിഫിക്കേഷൻ ഉണ്ട്? 1, B 2, C 3, D 4. 2 ക്ലാസിഫിക്കേഷൻസ് ആണ് അല്ലേ? അതുപോലെ താഴെ പറഞ്ഞാൽ ഏതാണ് ഒറിജിനൽ വർക്കിൽ വരുന്നത്, അങ്ങനെ ചോദിക്കാം. ഇപ്പോൾ പീരിയോഡിക്കൽ റിപ്പയേഴ്സ്. ബി, പീരിയോഡിക്കൽ മെയിൻ്റനൻസ്. സി, ഒക്കേഷണൽ റിപ്പയേഴ്സ്. ഡി, ന്യൂ കൺസ്ട്രക്ഷൻ. അല്ലേതാ ഒറിജിനൽ വർക്ക് വരുന്നത്? പുതിയ കൺസ്ട്രക്ഷൻ അല്ലേ? അതുപോലെ തന്നെ അഡീഷൻസ് ആൻഡ് ഓൾട്ടറേഷൻസ് ടു ദ എക്സിസ്റ്റിംഗ് വർക്ക്. നമ്മൾ എംഫസൈസ് ചെയ്ത് പറഞ്ഞതാണ് ഞാൻ. അഡീഷൻസ് ടു ആൻഡ് ഓൾട്ടറേഷൻസ് ഓഫ് ദ എക്സിസ്റ്റിംഗ് വർക്ക് എന്തിൽ വരും? അത് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ആണോ? അല്ല, ഒറിജിനൽ വർക്കാണ്. അഡീഷൻസ് ആൻഡ് ഓൾട്ടറേഷൻസ് ടു എക്സിസ്റ്റിംഗ് വർക്ക് ഒറിജിനൽ വർക്കാണ് അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ താഴെ പറയുന്നതിൽ സ്പെഷ്യൽ റിപ്പയേഴ്സ് ഏതാണ്? സ്പെഷ്യൽ റിപ്പയേഴ്സ്. പെറ്റി റിപ്പയേഴ്സ്. ബി, പീരിയോഡിക്കൽ റിപ്പയേഴ്സ്. സി, റിപ്പയേഴ്സ് വിച്ച് ആർ നോട്ട് പീരിയോഡിക്കൽ ഓർ ഫ്രീക്വൻറ്റ്. റിപ്പയേഴ്സ് വിച്ച് ആർ നോട്ട് പീരിയോഡിക്കൽ ഓർ ഫ്രീക്വൻ്റ് ആണ് സ്പെഷ്യൽ റിപ്പയേഴ്സ് അല്ലേ? റിപ്പയേഴ്സ് വിച്ച് ആർ നോട്ട് പീരിയോഡിക്കൽ, ഫ്രീക്വൻറ്റ് സ്പെഷ്യൽ റിപ്പയേഴ്സ് ആണ്. അങ്ങനെ ചോദ്യം ചോദിക്കും. ഓക്കെ, അപ്പോൾ റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസിൽ അപ്പോൾ ഇപ്പോൾ ക്ലിയർ ആണല്ലോ. ഈ ചോദ്യങ്ങളെല്ലാം ഈ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലെ ആർട്ടിക്കിൾസ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട്, അതായത് 163 മുതൽ 198 വരെയാണ് ഈ ആർട്ടിക്കിൾസ്. അപ്പോൾ 163, 164 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ചാപ്റ്ററിലെ മുൻവർഷ ചോദ്യങ്ങൾ PDF ഇട്ടിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ഈ ക്ലാസ്സുകൾ, ബേസ്ഡ് ക്ലാസ്സുകളൊന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രീവിയസ് ചോദ്യങ്ങൾ ഒരു പ്രാവശ്യം കേട്ടാൽ മതി. പുസ്തകം തുറന്നു നോക്കാതെ 50-60 മാർക്കിന് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടുകൂടി പഠിക്കുക. നമ്മളിതൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്കൊരു ബോറിംഗ് ഉണ്ടാകാൻ പാടില്ല. ബി ഹാപ്പി വിത്ത് ദ ലേണിംഗ്. ഹാപ്പി ലേണിംഗ്, വിഷയ ഹാപ്പി ലേണിംഗ് കേട്ടോ. സന്തോഷകരമായി പഠിക്കുക, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, സന്തോഷകരമായി പഠിക്കുക. പുതിയ അറിവുകൾ നമ്മളിങ്ങനെ നേടിക്കൊണ്ടിരിക്കുന്നത് നല്ലതല്ലേ? മാത്രമല്ല ഇതൊക്കെ നമുക്ക് സർവീസ് ഇരിക്കുന്നവർക്ക് അറിയേണ്ട ഒരു ആവശ്യമാണ്. എനിക്കറിയാം പലരും ചിലപ്പോൾ പരീക്ഷ ജയിച്ചാൽ മതി എങ്ങനെയെങ്കിലും എന്ന് പറയുന്നു. അത് പോരാ. നമ്മളിപ്പോൾ കേരള സർവീസ് റൂൾസ് പഠിക്കുമ്പോഴായാലും ഫിനാൻഷ്യൽ കോഡും, അതായത് സർവീസിൽ ഫിനാൻഷ്യൽ കോഡ്, ബഡ്ജറ്റ് മാനുവൽ, അക്കൗണ്ട് കോഡ്, ട്രഷറി കോഡ്, ഇതൊക്കെ വളരെ നന്നായിട്ട് അറിയേണ്ടതാണ്. ഫിനാൻഷ്യൽ കോഡിലും അക്കൗണ്ട് കോഡിലും ഒക്കെ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്. ഇതൊക്കെ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് അത്യത ഉണ്ടാവും. മാത്രമല്ല ഒരു സംശയം വന്നു കഴിഞ്ഞാൽ ഏത് ബുക്ക് റെഫർ ചെയ്യണം, എവിടെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്നൊന്നും മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ക്ലാസ്സുകൾ ടെക്സ്റ്റൽ ബേസ്ഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യം ചെയ്യുന്നത് ഈ ക്ലാസ്സുകൾ ടെക്സ്റ്റൽ ബേസ്ഡ് ഒന്ന് പ്രാവശ്യം കേൾക്കുക. അത് ടെക്സ്റ്റ് തുറന്ന് പേജ് നമ്പർ ടെക്സ്റ്റ് എടുത്ത് അടുത്ത് വെച്ചിരിക്കാം. ക്ലാസ് കേട്ടതിന് ശേഷം യു ജസ്റ്റ് ഗോ ത്രൂ ദ ടെക്സ്റ്റ്, ജസ്റ്റ് റീഡ് ഇറ്റ് ഓൺലി വൺ ടൈം. ഇറ്റ് വിൽ ഹെൽപ്പ് യു എ ലോട്ട്. ഓക്കെ, താങ്ക് യു ആൾ, താങ്ക്സ് എ ലോട്ട്. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.